ആന്ധ്രയിലെയും ഗുജറാത്തിലെയും കർഷകരുടെ മക്കള് പഠിച്ച് വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, കൃഷി ചെയ്യാൻ അവിടെ ആള് ഇല്ലാതെ വരികയാണ്. ഗോതമ്പ് കൃഷി ചെയ്യുന്നതിനേക്കാൾ ഞങ്ങൾക്ക് ലാഭം കരിമ്പ് കൃഷി ചെയ്യുന്നതാണ്. കരിമ്പിലേക്ക് അവർ മാറണം. നോ പറയാൻ പറ്റുമോ? വണ്ടി വരുമോ? ഇല്ല. അതുകൊണ്ട് ദൂരെ നിന്ന് വന്നെത്തുന്ന ആഹാരപാനീയങ്ങളിൽ ജീവിതം ക്രമീകരിച്ചു പോയാൽ അടി എപ്പോഴാ കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. റഷ്യ ഒറ്റ രാജ്യമായിരുന്നു. നമ്മുടെ കൺമുമ്പിലാണ് അത് പല കഷണങ്ങളായത്. ഇന്ത്യക്കും അത് സംഭവിക്കില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? ചരിത്രം അത് അങ്ങനെ വരരുത്, നമ്മൾ ഒന്നിച്ചു നിൽക്കണം, നമ്മൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം, ഒക്കെ ശരിയാണ്. ബംഗ്ലാദേശും പാകിസ്ഥാനും നമ്മുടെ അടുത്ത് നിന്ന് പോയതാണ്. ഇന്ത്യ ഒന്നായിരുന്നു. അത് തിരിച്ചു വരണം. ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഈ 3 രാജ്യങ്ങളും കൂടെ ഒന്നിച്ചു നിൽക്കണം. നമുക്ക് ആഗ്രഹമുണ്ട്, അവിടെയുള്ള മനുഷ്യർക്കും ആഗ്രഹം ഉണ്ടാകും. തെമ്മാടികളായ ഭരണക്കാർക്ക് അങ്ങനെ ചിന്ത ഉണ്ടാവില്ല, അങ്ങനെ വേണ്ട. കാരണം ഒറ്റ പാർലമെന്റ് ഉള്ളെങ്കിൽ, ഈ 3 രാജ്യം കൂടി ഒറ്റ പാർലമെന്റ് ഉള്ളെങ്കിൽ എനിക്ക് പ്രധാനമന്ത്രിയാവാൻ പറ്റില്ല. ഇതിപ്പോൾ 3 പേർക്ക് പ്രധാനമന്ത്രിയാവാം. അതുകൊണ്ട് ഒന്നും കൂടെ കഷണങ്ങളാകുന്നതിൽ പലർക്കും താല്പര്യമുണ്ട്. അപ്പം നാളെ റഷ്യയെ പറ്റിയ പോലെ ഇന്ത്യക്ക് പറ്റിക്കഴിഞ്ഞാൽ കേരളം ഒരു രാജ്യം, ഗുജറാത്ത് വേറൊരു രാജ്യം, തമിഴ്നാട് വേറൊരു രാജ്യം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ യുദ്ധം ഉണ്ടാവില്ലേ? ഇപ്പം മുല്ലപ്പെരിയാർ വിഷയത്തിൽ യുദ്ധം ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ ഒറ്റ രാജ്യമാണ്. സംസ്ഥാനം വേറെ വേറെ ആണെങ്കിലും കേന്ദ്ര നിയമത്തിൻ്റെ കീഴിലായതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ പണ്ടേ അല്ലാതെ തന്നെ അവിടെയുള്ള മലയാളികൾ അടികൊള്ളാറുണ്ട്, കടകൾ കൊള്ളയടിക്കാറുണ്ട്. ഇവിടെ നമ്മൾ അവരോടൊരു മോശം, ഇതെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹം അഹിംസാത്മക സമൂഹമാവണം. ഈ പറഞ്ഞ പോലെ മറ്റൊരു മനുഷ്യനെ ദ്രോഹിച്ചുകൊണ്ട് എനിക്ക് കാശ് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള മര്യാദ, സഹജീവി സ്നേഹം ഉണ്ടാവണം. അപ്പം അതൊക്കെയാണ് അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ. പിന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള തിരിച്ച് അഴിച്ചുപണികൾ വിതരണ സമ്പ്രദായത്തിൽ ഇത് കുറേ അനാവശ്യമായിട്ടുള്ള ദുരിതങ്ങൾ സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വെള്ളനടയിലുള്ള ഒരാൾ വില്ലേജ് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലത്താണ്. കൊല്ലത്തെ വില്ലേജ് ഓഫീസറുടെ ജോലി എവിടെയാണ്? അമ്പൂരിയിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുക. എറണാകുളത്തെ രാവിലത്തെ ട്രെയിനിൽ തിരുവനന്തപുരത്ത് വന്ന് ജോലി ചെയ്യുന്നവരുണ്ട്. രാത്രി വൈകിട്ടുള്ള ട്രെയിനിൽ മടങ്ങിപ്പോവും. തിരുവനന്തപുരത്തുള്ള ഒരാൾ കാസർഗോഡ് ജോലി ചെയ്യുകയാണ്. ആ ജോലി തന്നെ കാസർഗോഡുകാരൻ തിരുവനന്തപുരത്ത് വന്ന് ചെയ്യുകയാണ്. ഇത് തെറ്റായ ഒരു സാമൂഹ്യ ക്രമമാണ്. ആവശ്യമില്ലാതെ വണ്ടികൾ ഓടേണ്ടി വരുന്നു. ഓടുന്ന സമയത്ത് ആവശ്യമില്ലാതെ ഹോട്ടലിൽ അപരിചിത ഭക്ഷണം കഴിക്കേണ്ടതായി വരുന്നു. കിട്ടുന്ന കാശ് വെറുതെ ചെലവാകുന്നു. ഇതെല്ലാം പുനഃക്രമീകരിച്ചുകൂടെ? ഓരോരുത്തരും അവരവരുടെ പ്രദേശത്ത് ജോലി ചെയ്താൽ പോരെ? വെറുതെ ഇട്ട് ഓടിക്കണത് എന്തിനാ? ഭാര്യയ്ക്ക് ജോലി കാസർഗോഡ്, ഭർത്താവിന് ജോലി തിരുവനന്തപുരത്ത്, താമസിക്കുന്നത് തൃശ്ശൂർ. പിള്ളേർ ഒരാൾ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു, പഠിക്കുന്നു, വേറൊരാൾ മാംഗ്ലൂരിൽ പഠിക്കുന്നു. 4 കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോണ്. മാസാവസാനം ഒന്നിച്ചുകൂടെ കുടുംബം തകർന്നു. ചുറ്റുപാടായിക്കൂടെ? അങ്ങനെ പുനഃസംഘടിക്കപ്പെടുന്ന, പുനഃക്രമീകരിക്കപ്പെടുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതി ഉണ്ടാവണം. അതില്ലാതെ പോകുന്നതിൻ്റെ തകരാറുകൾ കൂടുതലുണ്ട്. ഗുജറാത്തിൽ നിന്ന് അരി ഇവിടെ എത്തണമെങ്കിൽ ആ അരി വഴിയിൽ വെച്ച് കീടങ്ങൾ കയറാതിരിക്കാൻ, എലി കടിക്കാതിരിക്കാൻ നല്ല വിഷത്തിൽ മുക്കിയൊക്കെ അയച്ചാലേ ഇവിടം വരെ എത്തുള്ളൂ. അപ്പം അവരത് ചെയ്യും, നമ്മളത് വാങ്ങി തിന്നും. നമ്മുടെ ഗതികേട്. ഇപ്പം ഈ പറഞ്ഞ ഞാനും പുറത്ത് പോകുമ്പോൾ കഴിക്കണത് രാസവളവും കീടനാശിനി ഇല്ലാത്തത്, ഞാൻ കൃഷി ചെയ്യുന്നുണ്ടാക്കുന്ന പറ്റുമോ? ആ രീതിയിൽ അഴിച്ചു പണിയണം, പണിയിപ്പിക്കണം. അതിനു വേണ്ടിയുള്ള ഒരു ജനകീയ ശക്തി ഉണരണം. രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ജനങ്ങളുടേതായ ശബ്ദം ഉയർത്താൻ കഴിയണം. ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർ ഉണ്ടായിരുന്നപ്പോൾ, സുകുമാർ അഴീക്കോട് സാർ ഉണ്ടായിരുന്നപ്പോൾ ഭരണാധികാരികൾക്ക് അവരെ പേടിയായിരുന്നു.
ഇപ്പോഴത്തെ സാഹിത്യ നായകളെല്ലാം ഭരണാധികാരികളെ പേടിച്ച് കഴിയുകയാണ്. ഭരണാധികാരികളിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അവർക്കതൊന്നും ആവശ്യമായിരുന്നില്ല. ഭരണാധികാരികളുടെ ദയയും ദാക്ഷിണ്യമൊന്നും അഴീക്കോട് സാറിന് വേണ്ടിയിരുന്നില്ല. സത്യം തുറന്നു പറഞ്ഞിരുന്നു. അതുപോലുള്ള ശില്പങ്ങൾ അല്ലെങ്കിൽ ഗോപുരങ്ങൾ നമുക്കില്ല, ലൈറ്റ് ഹൗസുകളില്ല എങ്കിൽ നമ്മളെല്ലാം മിന്നാമിനുങ്ങുകളാവണം. അപ്പോഴേ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. അതുവരെ നമുക്ക് പറ്റുന്ന കൃഷിയൊക്കെ ചെയ്ത് നമുക്കറിയാവുന്ന ഓർഗാനിക് കർഷകരുടെ എന്നൊക്കെ സാധനം കുറച്ച് കൂടുതൽ വില കൊടുത്ത് ഓർഗാനിക് ഷോപ്പുകളിൽ നിന്ന് വാങ്ങിച്ച് സീസണലായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ച് മാമ്പഴം ഇടിച്ചു കയറി വരുമ്പോൾ അതിൽ കീടനാശിനി പ്രയോഗത്തിൻ്റെ ആവശ്യമൊന്നും വരില്ല. ഒരു പെട്ടി പച്ച തന്നെ വാങ്ങണം, 3-4 വീട്ടുകാരോട് ഷെയർ ചെയ്തെടുക്കണം. അങ്ങനെ പലതരത്തിൽ നമുക്കതിനെ മറികടക്കാൻ സാധിക്കും. രാസവളവും കീടനാശിനി ഇട്ടാണ് വരുന്നതെങ്കിൽ അത് കഞ്ഞിവെള്ളം കൊണ്ട് കഴുകിയാൽ തന്നെ നമുക്ക് കുറേ രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെയുള്ള ടെക്നിക്കുകൾ കൂടി ഉപയോഗിക്കണം.